ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഫിലോസഫി തേർഡ് സെമിസ്റ്ററിലെ മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് ഫിലോസഫിയിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇവിടെ മറ്റുള്ള വിഷയങ്ങളും ഹ്യൂമാനിറ്റീസും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. നാച്ചുറൽ സയൻസസ് അഥവാ പ്രകൃതി ശാസ്ത്രം, പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം പ്രകൃതിയിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന ശാസ്ത്രമാണ് നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത്. മെത്തോഡിക്കൽ സ്റ്റഡി ഓഫ് നാച്ചുറൽ ഫിനോമിന, അതിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അതിനകത്ത് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ ഫിസിക്സ് ആകാം, കെമിസ്ട്രി ആകാം, ഭൂമിയിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഓരോ കെമിക്കലുകളുടെയോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. എംപ്ലോയീസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഫോർ പ്രിസിഷൻ ആൻഡ് ഒബ്ജക്റ്റിവിറ്റി. ഇത് ഒബ്ജക്റ്റീവാണ്, അതായത് വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനമാണ്. നമുക്ക് രണ്ട് തരത്തിലുള്ള അപ്രോച്ചുകളാണുള്ളത്. ഒന്ന് ഒബ്ജക്റ്റീവും ഒന്ന് സബ്ജക്റ്റീവും. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടുള്ളത്, സബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമായിട്ടുള്ളതാണ്. അത് ഓരോ ആളുകളുടെ വീക്ഷണത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. പക്ഷേ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആര് പരിശോധിച്ച് കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു ലാബിൽ ഒരു സാധനം ആര് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് റിസൾട്ട് സെയിം തന്നെയായിരിക്കും. പക്ഷേ സബ്ജക്റ്റീവ് ആയിട്ടുള്ള പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വീക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ടും തിയറികൾക്ക് അനുസരിച്ചിട്ടൊക്കെ മാറ്റം വരുന്നതാണ്. ഇവിടെ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ്, വസ്തുനിഷ്ഠമായിട്ടുള്ളതാണ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ പഠനങ്ങൾ നടത്തുന്നത്. റിലൈസ് ഓൺ എംപിരിക്കൽ പ്രൂഫ് ആൻഡ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതും നിരീക്ഷിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഡിസിപ്ലിൻസ് ഇൻക്ലൂഡ് ആസ്ട്രോണമി, എർത്ത് സയൻസസ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, അതുപോലെ തന്നെ ഈ ജ്യോതിശാസ്ത്രം, അതുപോലെ തന്നെ ബാക്കി നമ്മുടെ ജോഗ്രഫി ഉണ്ടല്ലോ, ഈ ഭൂമിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ നാച്ചുറൽ സയൻസിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച കാര്യം, ഇതും നമ്മുടെ ഹ്യൂമാനിറ്റീസും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഒബ്ജക്റ്റീവാണ്, വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അടുത്തത് സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യശാസ്ത്രം. സ്റ്റഡീസ് സോഷ്യൽ ഫിനോമിന റിസൾട്ടിങ് ഫ്രം ഹ്യൂമൻ ഇൻ്ററാക്ഷൻ. നമുക്കറിയാവുന്നതുപോലെ മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകളുടെ ഫലമായി ഉണ്ടാകുന്ന സാമൂഹിക പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അപ്ലൈസ് സയൻറ്റിഫിക് മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിലും ഇതിൽ ഉപയോഗിക്കുന്ന പഠന രീതി സയൻറ്റിഫിക് മെത്തേഡ് തന്നെയാണ്. സയൻറ്റിഫിക് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നടത്തുന്ന പഠനത്തിനെയാണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇതിനകത്തും ഉപയോഗിക്കുന്നത്. കൺസേൺഡ് വിത്ത് വാട്ട് ഈസ് ആൻഡ് വാട്ട് ഷുഡ് ബി. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന പോയിന്റ്, ഇതിൽ പഠിക്കുന്നത് എന്താണ് നിലവിലുള്ളത്, സമൂഹത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്, വാട്ട് ഷുഡ് ബി, എങ്ങനെയാണ് സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വരേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ പഠനവിധേയമാക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു പുരോഗതിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പഠനമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമുക്കറിയാം പഴയ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കും, നമ്മൾ ഫ്യൂഡലിസത്തെ കുറിച്ചിട്ട് പഠിക്കും, അതുപോലെ മറ്റ് പല കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ അവിടെയെല്ലാം സമൂഹം ഇങ്ങനെയാണുള്ളത്, പക്ഷേ ഇങ്ങനെയല്ല, കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പഠനങ്ങൾ വരുന്നത്. അതാണ് ഈ സോഷ്യൽ സയൻസിൻ്റെ ഒരു പൊതു രൂപം. ഡിസിപ്ലിൻസ് ഇൻക്ലൂഡ് സോഷ്യോളജി, ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി ആൻഡ് എക്കണോമിക്സ്. ഇതിനകത്ത് വരുന്നത് സോഷ്യോളജി വരുന്നുണ്ട്, അതുപോലെ തന്നെ ആന്ത്രോപോളജി, നരവംശാസ്ത്രം എന്ന് പറയുന്നത്, പിന്നെ പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, എക്കണോമിക്സ് ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിഷയം. ഇനി വരുന്നത് ഹ്യൂമാനിറ്റീസ് അഥവാ മാനവിക വിഷയങ്ങൾ. സ്റ്റഡീസ് ഹ്യൂമൻ കണ്ടീഷൻസ് ഹോളിസ്റ്റിക്കലി. ഇവിടെ മനുഷ്യരുടെ അവസ്ഥയാണ് സമഗ്രമായിട്ട് പഠനവിധേയമാക്കുന്നത്. സെൻട്രൽ ഡിസിപ്ലിൻസ് ഇൻക്ലൂഡ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് പെർഫോമിംഗ് ആർട്സ്. ഭാഷ, സാഹിത്യം, അതുപോലെ തന്നെ ഫിലോസഫി, തത്വശാസ്ത്രം, അതുപോലെ തന്നെ പെർഫോമിംഗ് ആർട്സ്, ഈ കലാരൂപങ്ങൾ, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പഠനം നടത്തുന്നത്. യൂട്ടിലൈസസ് ക്രിയേറ്റീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മെത്തേഡ്സ്. ഇനി ഇതിന് മുൻപ് പറഞ്ഞതിലൊക്കെ നമ്മൾ പറഞ്ഞു പ്രൂഫിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അത്തരമാണ് സയൻറ്റിഫിക് മെത്തേഡിലാണ് പഠനം എന്നുള്ളത്. ഹ്യൂമാനിറ്റീസിനകത്ത് അങ്ങനെയല്ല, സ്പെക്കുലേറ്റീവ് മെത്തേഡാണ്. അതായത് നമുക്ക് കൃത്യമായിട്ട് ഉറപ്പില്ലാത്ത കാര്യം ഒരു തിയറി ആയിട്ടൊക്കെ നമ്മൾ അവതരിപ്പിക്കും. ആ രീതിയിലൊക്കെയാണ് ഇവിടെ പഠനം വരുന്നത്.
emphasizes analysis and the divergence of notions over causal and quantitative explanations. ഇനി ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അനാലിസിസിനും അതുപോലെ തന്നെ ഡിവേർജൻസ് ഓഫ് നോഷൻസ്, വ്യത്യസ്ത ആശയങ്ങൾ തമ്മിൽ വേർതിരിക്കുകയും അതിനെ അനലൈസ് ചെയ്യുന്നതിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതല്ലാതെ എക്സ്പ്ലനേഷൻ അല്ല ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോൾ സയൻസിനകത്ത് നമുക്കറിയാം ഒരു കാര്യം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് സയൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പഠന രീതി. പക്ഷേ ഹ്യൂമാനിറ്റീസിനകത്ത് അങ്ങനെയല്ല, വ്യത്യസ്ത ആശയങ്ങളെ തമ്മിൽ വേർതിരിക്കുക, അതിനെ അനലൈസ് ചെയ്യുക തുടങ്ങിയതാണ് ഹ്യൂമാനിറ്റീസിനകത്ത് വരുന്നത്. അടുത്തത് പറയുന്നത് ഫാക്ട്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഇൻ ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻ. ഫാക്ട്സ് ഹാവ് ആൻ ഒബ്ജക്റ്റീവ് എക്സിസ്റ്റൻസ് ആൻഡ് ആർ ഡയറക്ട്ലി പെർസെപ്റ്റബിൾ. ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുതകളാണ്. ഇപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള വിവരത്തിനെയാണ് നമ്മൾ ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യ 1950 റിപ്പബ്ലിക്കായി എന്ന് പറയുന്നതൊക്കെ അങ്ങനെ വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളാണ് ഫാക്റ്റ് എന്ന് പറയുന്നത്. അത് ഒബ്ജക്റ്റീവ് എക്സിസ്റ്റൻസ് ഉള്ളതാണ്, അതായത് അതവിടെ കൃത്യമായിട്ട് നിലനിൽക്കുന്നതാണ്. ഹിസ്റ്ററി ഈസ് സ്റ്റഡി ഓഫ് ദ പാസ്റ്റ് വിത്ത് ഫാക്ട്സ് പ്രസൻറ്റഡ് ത്രൂ ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്റോറിയൻസ്. ഹിസ്റ്ററി അഥവാ ചരിത്രം എന്ന് പറയുന്നത് ഇതുപോലെ പാസ്റ്റ് കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചിട്ടുള്ള പഠനമാണ്. അവിടെ ഇതുപോലെ പല ഫാക്റ്റുകളുണ്ടായിരിക്കും, പല യുദ്ധങ്ങളുണ്ടായതിൻ്റെ കഥകളുണ്ടായിരിക്കും, അതുപോലെ പല പല കാര്യങ്ങൾ അവിടെ ഫാക്റ്റുകളായിട്ട് വരും. ഈ ഫാക്റ്റുകളെല്ലാം നമുക്ക് അവതരിപ്പിക്കപ്പെടുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്റോറിയൻസ്, ഈ ചരിത്രകാരന്മാരുടെ വ്യാഖ്യാനം കൊണ്ടാണ് നമുക്കിത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് ഒരു ഫാക്റ്റാണ്. പക്ഷേ അതിനെ പല ഹിസ്റ്റോറിയൻസ് പല രീതിയിലായിരിക്കും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകൾ പറയും മഹാത്മാഗാന്ധിയുടെ ഇടപെടൽ വളരെ പ്രധാനം വഹിച്ചിട്ടുള്ളൊരു ഘടകമായിരുന്നു, അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയും. ഇനി വേറെ ചില ആളുകൾ പറയും 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടു, അതുകൊണ്ട് ബ്രിട്ടന് ഒരു കോളനി നിലനിർത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് അവർ സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന് പറയും. അങ്ങനെ ഒരു കാര്യത്തിന് തന്നെ പല രീതിയിൽ ചരിത്രകാരന്മാർക്ക് വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയും. ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് എന്ത് കാരണം കൊണ്ടാണ് യുദ്ധം ഉണ്ടായെന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ ചരിത്രകാരന്മാർ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റാണ് നമ്മുടെ മുന്നിൽ വരിക എന്നാണ് ഇവിടെ പറയുന്നത്. ദ ഗാദറിംഗ് ഓഫ് ഫാക്ട്സ് ഇൻവോൾവ്സ് സെലക്ഷൻ, കാറ്റഗറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ വിത്തിൻ എ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ ഫാക്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് ഇതിൻ്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സെലക്ഷൻ, ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അതിനെ തരം തിരിച്ചിട്ട് എന്നിട്ട് ആ വിവരങ്ങൾ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുകൂടി വേണം. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് ഇന്ന കാരണം കൊണ്ടായിരിക്കാം എന്നുള്ളൊരു തിയറി വെച്ചുകൊണ്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഹിസ്റ്ററിയിൽ നമ്മൾ ഫാക്റ്റുകൾ അവതരിപ്പിക്കുന്നത്. വാല്യൂ ന്യൂട്രൽ സയൻസ് ഈസ് ചലഞ്ചിങ് ആസ് ഫാക്ട്സ് ആർ ഇൻഹെറൻ്റ്ലി ഇൻ്റർപ്രറ്റഡ്. ഇനി ഇത് വളരെ പ്രയാസമേറിയിട്ടുള്ളൊരു സംവിധാനമാണ്. കാരണം ഈ ചരിത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫാക്റ്റ് വസ്തുതകൾ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഓരോ ചരിത്രകാരന്മാരും അവരുടെ വ്യാഖ്യാനം വെച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് കൃത്യമായിട്ടുള്ള വിവരം തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരാൾ പറയുന്നത് പൂർണ്ണമായിട്ട് തെറ്റുമാവില്ല, പൂർണ്ണമായിട്ട് ശരിയാവില്ല. അയാൾ പറയുന്നതിൽ കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ അത് മാത്രമായിരിക്കില്ല കാര്യങ്ങളുണ്ടായിരിക്കാം. ആ രീതിയിൽ ഈ ചരിത്രത്തിൽ ഫാക്റ്റുകൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇനി സ്റ്റഡി ഓഫ് ദ നാച്ചുറൽ വേൾഡ് വേഴ്സസ് സബ്ജക്റ്റീവ് വേൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് വസ്തുനിഷ്ഠവും ഒന്ന് വ്യക്തിനിഷ്ഠവുമാണെന്നുള്ളത്. ഹ്യൂമാനിറ്റീസ് ഫോക്കസ് ഓൺ ദ പർട്ടിക്കുലർ, എംഫസൈസിങ് മീനിങ്സ് ആൻഡ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. ഹ്യൂമാനിറ്റീസ് ഫോക്കസ് ചെയ്യുന്നത് ഈ അർത്ഥങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇമാജിനേഷനിലുമാണ്. ഉദാഹരണത്തിന് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കപ്പെടുന്നത്. ഹ്യൂമാനിറ്റീസ് ആർ സെൽഫ് റിഫ്ലക്റ്റീവ്, എക്സ്പ്ലോറിങ് ലിവ്ഡ് എക്സ്പീരിയൻസസ് ആൻഡ് ഇൻ്റർപേഴ്സണൽ കോൺഷ്യസ്നെസ്. ഇത് മനുഷ്യരുടെ അനുഭവങ്ങളും ജീവിതങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനമാണ്. സോഷ്യൽ ആൻഡ് നാച്ചുറൽ സയൻസസ് പെർസ്യൂ യൂണിവേഴ്സൽ റൂൾസ് while humanities focus on the unique aspects of human experience. സാമൂഹ്യ ശാസ്ത്രം അതുപോലെ തന്നെ ഈ പ്രകൃതിശാസ്ത്രം നാച്ചുറൽ സയൻസും യൂണിവേഴ്സൽ റൂൾസ് അവരോരോ നിയമങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കെമിസ്ട്രിയിൽ ബയോളജിയിലൊക്കെ ഓരോ നിയമങ്ങൾ ആ രീതിയിൽ, ഫിസിക്സിൽ ഗുരുത്വാകർഷണ നിയമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത്തരം കാര്യങ്ങളിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഹ്യൂമാനിറ്റീസിൽ ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യ അനുഭവത്തിൻ്റെ യുണീക്കായിട്ടുള്ള കാര്യങ്ങളാണ്.
ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബയോളജിസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ജീവൻ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമായിരിക്കും അവർ പഠനവിധേയമാക്കുന്നത്. എന്നാൽ ഒരു ഹ്യൂമാനിറ്റിസ്റ്റ് ആയിട്ടുള്ള ആൾ അവിടെ പഠനവിധേയമാക്കുന്നത് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളായിരിക്കും പഠനവിധേയമാക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റുള്ള വിഷയങ്ങൾ വസ്തുനിഷ്ഠമായിട്ടുള്ള പഠനമാണ് നടത്തുന്നത്. ഹ്യൂമാനിറ്റീസിനകത്ത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള പഠനമാണ്, അതായത് മനുഷ്യരും മനുഷ്യരുടെ അനുഭവങ്ങളുമാണ് അവിടെ കേന്ദ്ര വിഷയമായിട്ട് വരുന്നത്. മറ്റുള്ള വിഷയങ്ങൾക്കകത്ത് വസ്തുക്കൾ അല്ലെങ്കിൽ നിയമങ്ങൾ, പ്രകൃതിയിലുള്ള മറ്റ് കാര്യങ്ങളാണ് പഠനവിധേയമായിട്ട് വരുന്നത്. ഇനി ഈ മൊഡ്യൂളിൽ അവസാനമായിട്ട് പറയുന്നത് സ്റ്റഡി ഓഫ് വാല്യൂസ് ആണ്, അതായത് മൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ചിന്താഗതിയാണ്. ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു ചിന്താഗതിയാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത്. വാല്യൂസ് ആർ എ കളക്റ്റീവ് സെറ്റ് ഓഫ് ബിലീവ്സ് അബൌട്ട് ഡിസൈറബിൾ തിങ്സ്, ഒബ്ജക്ട്സ്, ഐഡിയാസ് ഓർ ആക്ഷൻസ്. വാല്യൂസ് ആർ അഡോപ്റ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് ആസ് എ ഗ്രോ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സൊസൈറ്റി. ഇത് ഓരോ സമൂഹത്തിലും വ്യത്യസ്തമായിട്ടാണ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സമൂഹത്തിലെ വസ്ത്രധാരണത്തിനെ കുറിച്ചുള്ള സങ്കല്പമായിരിക്കില്ല മറ്റ് രാജ്യങ്ങളിൽ മറ്റ് സമൂഹത്തിനകത്തുള്ള വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള സങ്കല്പം ഉണ്ടായിരിക്കുക. ഇനി നമ്മുടെ നാട്ടിൽ മറ്റൊരു കാര്യമുള്ളത് വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പം മറ്റു പല രാജ്യങ്ങളിലെ വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ നമ്മൾ പ്രായമാവുന്നത് വരെയും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറെ കാലം വരെയും മാതാപിതാക്കളെ ഒരുമിച്ച് നിർത്തുക എന്നുള്ളൊരു മൂല്യം ഉള്ളൊരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എന്നാൽ പല രാജ്യങ്ങളിലും എന്താണ്, കുറച്ച് പ്രായം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുമായിട്ടൊരു ബന്ധമില്ലാതെ അവർ വേറെ മക്കൾ വേറെ ആയിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പല രാജ്യങ്ങളിലും ഒരു പ്രായം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിക്കുക, താമസിക്കുക, അച്ഛനും അമ്മയും ജീവിക്കുന്ന വീട്ടിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കളിയാക്കുന്ന തരത്തിലൊക്കെ നോക്കിക്കാണുന്ന സംസ്കാരങ്ങൾ പല രാജ്യങ്ങളിലുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ തിരിച്ചാണുള്ളത്. അച്ഛനും അമ്മയുടെ കൂടെ നിന്നില്ലെങ്കിലാണ് നമ്മളോട് കുറ്റം പറയുക, അച്ഛനമ്മയെ ഒറ്റയ്ക്കാക്കി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായിട്ടുള്ള മൂല്യങ്ങളാണുള്ളത്. അത് അവർ ഏത് സമൂഹത്തിൽ വളർന്നു വരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് ആ മൂല്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്നത്. സൊസൈറ്റി റിവാർഡ്സ് ആൻഡ് പ്രൈസ് റിഫ്ലക്ട് ഇറ്റ്സ് അപ്ഹെൽഡ് വാല്യൂസ് ഇൻഫ്ലുവൻസിങ് ഇൻഡിവിജ്വൽസ് ആക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ പ്രൈസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 10-20 വയസ്സ് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള ആളുകൾ കളിയാക്കും, അപ്പോൾ ആളുകൾ അത് ചെയ്യില്ല. എന്നാൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒറ്റയ്ക്കാക്കി കഴിഞ്ഞാൽ ആളുകൾ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ സമൂഹം എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളോട് പ്രതികരിക്കുന്നത്, നമ്മൾ പ്രശംസിക്കുകയാണോ വിമർശിക്കുകയാണോ ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ മൂല്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്